ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. കുറച്ച് ഹൈറ്റ് കൊള്ളാണേ, അപ്പോൾ കുറച്ച് കേട്ടില്ല. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പോലെ നമ്മുടെ കുണക്കുമാൻ്റെ ബർത്ത്ഡേ ആണ് അല്ലേ. അപ്പോൾ സമയം 6 മണിയൊക്കെ ആയിട്ട്, അപ്പോൾ രാത്രിക്കുള്ള ഫുഡിൻ്റെ പരിപാടിയാണ്. അപ്പം ബിരിയാണി ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കുകയും ചെയ്തിട്ടാ അല്ലേ. നമുക്കൊന്നിനും സമയം കിട്ടിയില്ല. സമയമില്ല. ക്ലിനിക്കിൽ കൊണ്ടുവന്നു, വയ്യായ അതാണ് പ്രശ്നം. അത് സംബന്ധിച്ച് ടെസ്റ്റിന് കൊടുക്കാണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി പോയിക്കായിരുന്നു. അപ്പം അടുക്കളയിൽ പണിയെടുക്കാനുള്ള അത്ര ഹെൽത്തില്ല. അപ്പം എന്നാലും ഞങ്ങൾക്ക് ഒരു ആൾക്കാർ വിരുന്ന് വിളിക്കാൻ ഞാൻ ഭക്ഷണം കഴിക്കണം. ഞാൻ സത്യം പറഞ്ഞ ബർത്ത്ഡേക്ക് ആരും വിളിക്കാനുള്ള ഉദ്ദേശമില്ല കേട്ടോ. ഞാൻ ആഘോഷിക്കണ്ട. പക്ഷേ കുണക്കനെ ഓമനമ്മ അമ്മു മാമ വൈച്ചു അപ്പം അവരായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പം അമ്മ അവരെ വിളിക്കണില്ല, എല്ലാം പോലെ അവർ വിളിക്കണതല്ല. അപ്പം വിളിക്കണില്ല, അമ്മ വിളിക്കണില്ല. പിന്നെ ഞാൻ ചോദിച്ചു, അവൻ്റെ പിറന്നാൾ അവൻ്റെ ഒരു സന്തോഷം. എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുക, അത് അവൻ്റെ ഒരു സന്തോഷമല്ല. കളിക്കുക. അവനെ ഞങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കാര്യം ഇതൊക്കെയല്ലേ ഉള്ളൂ. അപ്പം അവരെ സന്തോഷത്തിനാണ് ഞാൻ ഏറ്റവും മുൻതൂക്കുന്നത്. കുണക്കൻ്റെ ആരെയും വിളിച്ചില്ല. സത്യം ഉച്ചയ്ക്കാണ് അവരൊക്കെ ഞാൻ വിളിച്ചത്. വലിയ ക്ഷണതൊന്നുമല്ല. ഞാൻ ചോദിച്ചാൽ രാത്രി വല്ല പരിപാടി ചോദിച്ചില്ല. അപ്പം നിങ്ങൾ രാത്രി വായോട്ട് വീട്ടിലേക്ക് തന്നു, അത്രയാണ്. ക്ഷണതായിട്ടോ ഒന്നും ഞാൻ ക്ഷണിച്ചിട്ടില്ല കേട്ടോ ആരെയും. വായു വീട്ടിലേക്ക് വായോ, അങ്ങനെ അത്ര മതി. ക്ഷണിക്കുമ്പോഴല്ല കുട്ടികൾ ഗിഫ്റ്റ് ഒന്നും വേണ്ട, ഒരു സാധനം വേണ്ട. അവരിന് സന്തോഷം, അവരുടെ കൂടെ കുറച്ച് നേരം കളിക്കുകയാണ്, ചിരിക്കുകയാണ്, അത് അവൻ ഹാപ്പി ആയിരിക്കട്ടെ, അത്ര ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം വരുമ്പോൾ നമ്മളൊരു ഭക്ഷണമായിട്ട് മാത്രം എനിക്ക് അങ്ങനെ എന്തോ പറ്റില്ല, ശീലിച്ചിട്ടില്ല. എനിക്ക് ആരെങ്കിലും ഒരു ബിരിയാണി മാത്രം കഴിക്കാറുള്ളൂ. എനിക്ക് അങ്ങനെ ശീലിച്ചിട്ടില്ല. എൻ്റെ ശീലം അങ്ങനെയായിരിക്കും. എൻ്റെ അമ്മ അങ്ങനെ ശീലിക്കാത്തതുകൊണ്ടായിരിക്കും. വരുന്നവർക്ക് ഫുഡ് വയറിനറിയാം, നല്ല ഫുഡ് കൊടുക്കണം. അതാണ് എൻ്റെ എപ്പോഴും എൻ്റെ ആഗ്രഹം. ആരോഗ്യം ചെയ്യലപ്പോൾ ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആരോഗ്യം മോശമായതുകൊണ്ടാണ് അത് മേടിച്ചും ഒക്കെ ആയിട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ കുറേ ഒരു 3-4 കിലോ ചിക്കൻ മേടിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് കുറച്ച് വർക്ക് ഞാൻ കുറച്ച് കറി വെക്കാൻ വെച്ചിട്ട്, വേറെ ആരില്ല, നമ്മളെല്ലാം ഉള്ളൂ. കുറച്ച് കൂടിയാലും കുറഞ്ഞാലും അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ കുണുക്കൽ വറക്കണത് ഇഷ്ടം. അപ്പോൾ പിന്നെ അങ്ങനെ ആവാന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ ഒരു പരിപാടി നല്ലൊരു സദ്യ കഴിച്ചു കേട്ടോ. നല്ല സദ്യ അല്ല, ഇലയിലുള്ളൊരു സദ്യ അത്രയാണ് നല്ല സദ്യ എന്ന് വെച്ചെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയാലാണ്. അല്ല, ഞാൻ വീട്ടിലിട്ടോ ആൾക്കാർ ഇത് ഭയങ്കര പേരും പരസ്യമൊക്കെ ഇതാണോ ടേസ്റ്റ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്നത് മാത്രം ടേസ്റ്റ് അങ്ങനെ ചിന്തിക്കല്ലേ. ഞങ്ങൾക്ക് തോന്നിയ ഫുഡ് ഓക്കെ, കുഴപ്പമില്ല. ഒരു സദ്യ കഴിക്കാൻ പൂതിക്ക് നമുക്ക് പണിയൊന്നും എടുക്കാണ്ട് കൈ നനയാണ്ട് മീൻ പിടിക്കാന്ന് വെച്ചാൽ ഓക്കെ, അത്രേ ഉള്ളൂ. കൈ നനയാണ്ട് നമുക്ക് മീൻ പിടിക്കണമെങ്കിൽ ആ സദ്യ ഞാൻ പറഞ്ഞു എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ റേറ്റ് കൂടുതലില്ല കേട്ടോ. 150 രൂപയാണ് ഒരു ഊണിന് വേണ്ടിയിട്ട്. അതിലിട്ട ചോറിന് ഒരു 8-9 തരം കറി, 2 തരം പായസം എന്ന് പറഞ്ഞാൽ നാളികേരം തിന്നണ്ടേ, ഭയങ്കര ശരക്കര കുടിക്കാനും അത് കുടിക്കാൻ പറ്റില്ല. പാലടി വലിയ ടേസ്റ്റ് ഉണ്ട്. പിന്നെ കാശ് പതി വെച്ചിട്ട് ഇങ്ങനെ കൊഴിച്ച് 2-3 കുടിച്ചു. ആകെ ഇത്രയ്ക്കുള്ളൂ കേട്ടോ പായസമൊക്കെ. പിന്നെ ഞാൻ സാമ്പാറും ആ തൈര് വെച്ചിട്ടാണ് ചോറിന്. എല്ലാം കറിയിടും. അത്ര ഏറ്റവും ബെസ്റ്റ് എന്നൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ അത്ര ബെസ്റ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. എൻ്റെ ശീലം അങ്ങനെ. ഞാൻ ഉണ്ടാക്കിയതായാലും ഏറ്റവും നല്ല ഇവരൊക്കെ അടിപൊളി ഞാൻ അങ്ങനെ കഴിക്കാത്ത ആളാട്ടാ. എനിക്ക് ഓൾറെഡി സദ്യ ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അറിയില്ല. പൊന്നിനും ഇഷ്ടമായില്ല, പൊന്നും സദ്യ കഴിക്കാനാണ്. പൊന്നിനും ഇഷ്ടമായില്ല, ഷെബിക്ക് ഇഷ്ടമായില്ല, കുഞ്ഞിനും ഇഷ്ടമായില്ല. പക്ഷെ ഞാൻ എന്നോട് പറഞ്ഞു വല്ല ഫംഗ്ഷനിൽ ഇവിടെ നേരിട്ട് ചോറ് വരും. അങ്ങനെ എന്താ വെച്ചാൽ അടുക്കളയിൽ നിന്ന് ഇത്രയൊക്കെ ഉണ്ടാക്കിയാൽ എനിക്ക് സത്യം. പക്ഷെ 1080 രൂപയാണ് നമുക്ക് വന്ന ബില്ല് കേട്ടോ. പക്ഷെ നമ്മളിത് ഉണ്ടാക്കണമെങ്കിൽ 8-9 തരം കറി 2 പായസമെങ്കിൽ എത്ര രൂപ ചിലവുണ്ട്. ചിലവ് ഒക്കെ പോട്ടെ, ചാവണത് വേറെ, പോണത് ഉപ്പിറ്റ് വേനും കാര്യങ്ങൾ വരുന്നത് വേറെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കഴിച്ച് നോക്കുമ്പോൾ ഞാൻ പറയാം കൈ നനയാണ് മീൻ പിടിക്കണമെങ്കിൽ ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിക്ക് പോയല്ലോ. അപ്പോൾ ഞാൻ അവിടെ ചിക്കൻ്റെ പരിപാടി നോക്കുകയാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ്റെ പരിപാടി തുടങ്ങിയിട്ട് നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് സമയം ഒരു 5-6 മണിയൊക്കെ ഏകദേശം അതിൻ്റെ കേട്ടോ. അതിന് ശേഷം ചിക്കൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ചിക്കൻ കൊടുത്തു പെട്ടെന്നുള്ള പരിപാടിയിട്ട്. അപ്പോൾ കുഞ്ഞിനോടൊക്കെ പോയിട്ടാണ് കുണുക്കിന് വാച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാച്ച് മേടിച്ചു കൊടുത്തില്ല. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനും പൊന്നും ഷേബിയും കൂടി പോയിക്കാട്ടെ. വാച്ചും കേക്കൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിക്കാട്ടെ. കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി മേടിക്കാൻ വേണ്ടി അവർ പോയിക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് ചിക്കൻ വറക്കുന്നതിൻ്റെ പരിപാടിയായിട്ട് അടിപൊളി ചിക്കൻ റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് റോസ്റ്റല്ല, ചിക്കൻ ഫ്രൈ ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. വേറെ ഒന്നും ഇപ്പോൾ ചെറുനാരങ്ങയുടെ നീരായിട്ട് ഞാൻ ഒഴിച്ചത്. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കാശ്മീർ ചില്ലി പൗഡർ, സാധാ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഗരം മസാല പൊടി ഇട്ടാം. ഇതിട്ടിട്ട് നന്നായിട്ട് ചെറുനാരങ്ങ നീര്, ഉപ്പ് ഇതിട്ട് നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം ഞാൻ മാറ്റി വെച്ചു കേട്ടോ.
കുറച്ച് ഉപ്പ് കുറഞ്ഞപ്പോൾ തരി കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ അതിലിട്ട മസാല എനിക്ക് കാണിക്കാൻ പറ്റിയിട്ട് പിന്നെ ഞാൻ അതിൽ കുത്തിയ മുളക് ഇട്ടു, പെരിഞ്ജീരകം ഇട്ടു, അരിപ്പൊടി ഇട്ടു കേട്ടോ. അരിപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഞാൻ കുഴച്ചിരിക്കുന്നത്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വീഡിയോ ഓണാക്കിയെന്ന് ചോദിച്ചു, പക്ഷെ ഓണല്ലായിരുന്നു. ഇപ്പം ഞാൻ ചിക്കൻ ഫ്രൈയുടെ കൂട്ട പറഞ്ഞിട്ടാണ്. അതായത് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഗരം മസാല പൊടി, ഉപ്പ്, നാരങ്ങനീര്, അരിപ്പൊടി, കുത്തിയ മുളക്, പിന്നെ പെരിഞ്ജീരകം കേട്ടോ. അതാണ് ഫ്രൈഡ് ഞാൻ ചേർത്തത്. ഇപ്പുറത്ത് ഞാൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളകും പൊടിയും ഉപ്പും നാരങ്ങനീരും കൂടിയിട്ട് നന്നായി കുഴച്ച് തേച്ച് പിടിപ്പിച്ചേക്കാം കേട്ടോ. ശരിക്കും ഒരു മണിക്കൂറോ 2 മണിക്കൂറിന് ടേസ്റ്റ് കൂടുതലുള്ളൂ കേട്ടോ. പക്ഷേ നമുക്ക് അത്ര ടൈം വെക്കാനുള്ള ടൈമില്ല. പക്ഷേ എൻ്റെ ചിക്കൻ ഫ്രൈയിൽ ശരിക്കും മസാല പിടിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാൻ ഒരു 10-15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ. എനിക്ക് അത്രയുള്ള ടൈമേ കിട്ടുകയുള്ളൂ. എന്താ വെച്ചാൽ രാത്രി എല്ലാവരും വരുമ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കി തീരണ്ടേ എന്നുള്ള ഒരു ഇതിൽ പെട്ടെന്ന് കാര്യം നീക്കിയിട്ടാണ്. അപ്പോൾ ഈ മസാല കുറച്ച് എരി കുറവാന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കാശ്മീർ ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് നന്നായി തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അടിപൊളി ചിക്കൻ കറി പൊന്നിനും കുഞ്ഞിനും ഷേപ്പിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ മേടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കൊഴുപ്പാണ്. അതെല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. കാരണം ഞാൻ കോൺഫ്ലവർ പൊടി കുറവാണ് ചിക്കനിലൊക്കെ ഇടില്ല. എന്താ വെച്ചാൽ ചിക്കനൊക്കെ ഒരു കൊഴുപ്പ് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ അതിൻ്റെ പകരം കുറച്ച് അരിപ്പൊടി ഇടട്ടോ. അപ്പോൾ നല്ല ഡ്രൈ ആയിരിക്കും, നല്ല ഫ്രൈ ആയിട്ടുള്ള ഇത് കിട്ടും കേട്ടോ. പിന്നെ ചിക്കൻ കറിയുടെ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പകുതി വറവ് കേട്ടോ. നല്ല ഫ്രൈ ആവേണ്ട, ഒരു പകുതി നേർപകുതി. ഇപ്പം എന്താ പറയുക, 100-50% വറവായാൽ മതി കേട്ടോ. അങ്ങനെ വറുത്ത് കോരുക കേട്ടോ. പണികളിപ്പോൾ ചില പ്രാവശ്യമായിട്ട് കണ്ട പുറത്ത് ജനലിൽ കൂടെ നോക്കുമ്പോൾ പറയാം ഇർട്ടായിക്കണം, രാത്രി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 7 മണി സമയമൊക്കെ ആയിട്ടാണ് നേരത്തെ. സത്യം പറഞ്ഞാൽ തീരെ വയ്യായിരുന്നു കേട്ടോ. എന്നെ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം, കേക്ക് മുറിക്കുന്ന വീഡിയോയിൽ കണ്ടെങ്കിൽ തീരെ വയ്യായിരുന്നു. ഇപ്പോഴും ഞാൻ വയ്യാണ്ടിരിക്കാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും 2 ദിവസമായിട്ട് തീരെ കിടപ്പാണ്, വയ്യാണ്ടിരിക്കുന്ന സമയമാണ്. ശബ്ദം അതാണ് ഭയങ്കര അടഞ്ഞിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ അപ്പുറത്ത് അടുപ്പിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മധുരം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈ. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ എനിക്ക് അങ്ങനെ ഒരുപാട് മസാലകളോ കാര്യങ്ങളോ ചിക്കൻ. പിന്നെ ചില്ലി ചിക്കൻ അതൊന്നും എനിക്ക് ഇഷ്ടമില്ല. ചിക്കൻ 65 പിന്നെ കുഴപ്പമില്ല. ചില്ലി ചിക്കൻ ഒന്നും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഈ കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് വറക്കണമെന്ന് എനിക്ക് ഇഷ്ടമില്ല. ഒരു എരിവും പൊടി പിടിക്കാത്തൊരു ഇതാണ്. ഞാൻ കൂടുതൽ ചിക്കൻ ഇങ്ങനെ വറക്കും. സബോള കേട്ടോ. അപ്പോൾ ഞാൻ വണക്കിയെടുക്കുന്നത് ചിക്കൻ വറുത്തതിന് ശേഷം സബോള നല്ലോണം വണക്കിയെടുത്തു കേട്ടോ. നല്ല മധുരം വണക്കണം. എനിക്ക് 5 വലിയ സബോളയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ അത്യാവശ്യം പേരുള്ളപ്പോൾ അത് ഗ്രേവി കാര്യങ്ങളൊക്കെ വേണ്ടേ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തീരെ വയ്യ. ഇനി വല്ല ബാക്കി ഉണ്ടെങ്കിൽ നാളേക്ക് ഇതൊക്കെ ഓർഡർ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ പീസ് ഏകദേശം പകുതി പോയോണ്ടിരിക്കുന്ന സമയമായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് വീണ്ടും ബ്രസ്റ്റിൽ വലിയൊരു മുഴയും കാര്യങ്ങളൊക്കെ വന്നു. അത് ഭയങ്കരമായിട്ട് പഴുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേദനയും കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പച്ചകുത്ത് പോയതിന് ശേഷമാണ് മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയിട്ടൊക്കെ ഗരം മസാല. എൻ്റെ മിക്സി അടയാക്കാനും ഗരം മസാലപ്പൊടി ഇപ്പം ഞാൻ പൊടിക്കലല്ല, ഞാൻ ഇപ്പം നെസ്റ്റോന്ന് മേടിക്കുന്നുണ്ട്. വലിയ മണമൊന്നുമില്ല, നമ്മൾ പൊടിപ്പിക്കുന്നതിൻ്റെ അത്ര മണവും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഇപ്പോൾ മിക്സി കംപ്ലൈൻ്റ് ആകാൻ ഇപ്പോൾ ഇതേ രക്ഷയുള്ളൂ. നല്ലോണം വണക്കണം കേട്ടോ. നല്ല മാതിരി വണക്കിയെടുക്കണം. കാശ്മീർ ചില്ലി പൗഡർ ഇട്ടിട്ട് സാധാ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, എരിവിനനുസരിച്ച്. അപ്പോൾ അത് നന്നായി വണക്കി കോരിയെടുക്കുന്നതോട് കൂടിയിട്ട് ഒരു 3 തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. 3 അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ കുറവാന്ന് പറയുമ്പോൾ ഓയിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതിന് ശേഷം പൊന്നു ഫോൺ വിളിക്കുന്നുണ്ട്. കേക്ക് മേടിക്കാൻ പോകണം. അവർ നമ്പർ അയച്ചായോ എന്നൊക്കെ എൻ്റെ പൊന്നു ഫോൺ വിളിക്കുന്നുണ്ട്. അവർക്ക് തിരിച്ച് നമ്പർ അയച്ചു കൊടുക്കുക. അപ്പുറത്ത് ചിക്കൻ വറവായതിൻ്റെ എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ. അന്നേട്ട് വീട് ജസ്റ്റ് ഒന്ന് ഒതുക്കാനായിട്ട് എന്നിട്ട് അങ്ങോട്ട് പോയി ഇതൊക്കെ നന്നാക്കി എന്നതിന് ശേഷം എന്നിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ തക്കാളി ഞാൻ ഇട്ടു. അതിൻ്റെ നമ്പർ അങ്ങോട്ട് അയക്കൽ ഇങ്ങനെ അയക്കലായിട്ട് അതും ചെയ്യുന്നുണ്ട് കേട്ടോ. ഒക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളായിരുന്നു. തക്കാളി അരിഞ്ഞതിട്ടതിന് ശേഷം ഞാൻ 2 തക്കാളി മിക്സിയിൽ നല്ലോണം അരച്ചു. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞതിന് ശേഷം 2 തക്കാളി മിക്സിയിൽ നല്ലോണം അരച്ചു. അത് 1.5 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കുറച്ച് ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് നന്നായി അരച്ചിട്ട് ഗ്രേവിക്ക് ഒഴിച്ചു കേട്ടോ. പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാൻ ഉപ്പും കൂടി ഇട്ടു കേട്ടോ. ഈ തക്കാളിയുടെ ഒക്കെ പച്ചക്കുത്ത് പോകണമായിരിക്കും നല്ലോണം വാട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഏകദേശം വാട്ടി വന്നപ്പോൾ അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറിയപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് ആ മസാലയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആ മസാലയൊക്കെ ഒന്ന് തിളച്ച് വരുന്നതോട് കൂടിയിട്ട്
നമുക്ക് ഈ ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ലാസ്റ്റത്തെ ഘട്ടത്തിലേക്ക് എത്തിയത്. ഇവിടെ ചിക്കനും ലാസ്റ്റ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇട്ട് നന്നായി ഇളക്കി കൊടുത്തു. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വെക്കാം കേട്ടോ. ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ്. ചില്ലി ചിക്കനേക്കാളും ടേസ്റ്റ് ആട്ടോ. ചപ്പാത്തിക്കും പത്തിരിക്കും ഫ്രൈഡ് റൈസിനും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ വറവ് കഴിഞ്ഞു കേട്ടോ. ചിക്കൻ വറുത്തതിന് കുറച്ച് സബോളയും ക്യാപ്സിക്കും കറിവേപ്പിലും പച്ചമുളകൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മുടെ ചിക്കൻ കറി ഏകദേശം വെന്ത് തിളച്ച് സെറ്റായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ പരിപാടി കുറച്ച് മല്ലിയില അരിഞ്ഞിടാം. അപ്പുറത്ത് കണ്ട നോൺ സ്റ്റിക്കിൽ ഞാൻ കുറച്ച് സബോളയും ഒരു ക്യാപ്സിക്കും കൂടി ഇത് അരിഞ്ഞ് സെറ്റാക്കിയിട്ട് വാട്ടാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ചില്ലി ചിക്കനിലുള്ള ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണ്ട ഇത് ശരിക്കും ഒന്ന് ജസ്റ്റ് ഒരു പകുതി വാട്ടിയെടുക്കാം കേട്ടോ. ഒരുപാട് ഇങ്ങനെ കുഴയാൻ പാടില്ല. വാട്ടി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ആ ക്യാപ്സിക്കത്തിൻ്റെ മണക്കൊക്കെ ആ ചിക്കൻ കറിയിലേക്ക് ഇറങ്ങണതിന് നമുക്ക് ചപ്പാത്തിക്കും വെള്ളയപ്പത്തിനും ചോറിന് രസമായിരുന്നു. ഇന്നലെ ഞങ്ങൾ ചോറ് കൂട്ടിയിട്ട് അത് കഴിച്ചത് കറി നല്ല ടേസ്റ്റാണ്. ഫ്രൈഡ് റൈസിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് ഉണ്ടാക്കി നോക്കാത്തുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. അങ്ങനെ നമ്മുടെ പൊന്നും ഷേബിയും കുണുക്കിയും കുണുക്കനും ഒക്കെ കൂടിയിട്ട് ഡെക്കറേഷൻ്റെ പരിപാടിയിലാട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാ കൊല്ലം വരെ പിറന്നാളിന് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറ് കേട്ടോ. പോയി മേടിക്കുക കാര്യങ്ങൾ ഒക്കെ തന്നെ ഡെക്കറേഷൻ. ഇവർക്ക് എന്താ മേടിക്കേണ്ട കാര്യങ്ങളൊന്നും പൊന്നുവിനായാലും ഇവർക്കായാലും വലിയ പെടുത്തില്ല. എന്താ വെച്ചാൽ എല്ലാ കൊല്ലം ഞാൻ മേടിച്ച് വന്ന് കണ്ടിട്ടുള്ളൂ. ഇവർക്ക് സ്വന്തമായിട്ട് മേടിച്ച് ചെയ്തിട്ടുള്ള അറിവില്ല. അതുപോലെ തന്നെ ഇപ്രാവശ്യം എൻ്റെ മോൻ്റെ ബർത്ത്ഡേയുടെ ഡെക്കറേഷൻ വലിയ കാര്യത്തിൽ ക്യാമൊന്നും അതിൽ കുറച്ച് ബലൂൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവർക്ക് എന്താ മേടിക്കേണ്ടതെന്ന് അറിയാത്താലും ഇവരങ്ങനെ ഒന്നും മേടിച്ചില്ല. ഞാനാണ് എല്ലാവരുടെയും പിറന്നാളിന് പോയിട്ട് മേടിച്ചു കൊടുന്ന് ഡെക്കറേഷൻ ചെയ്യുന്ന ആൾ. പക്ഷേ എനിക്ക് തീരെ വയ്യായിരുന്നു. അത്രയും വയ്യാത്തതാണ്. ഇപ്പോൾ ശബ്ദം കേൾക്കുമ്പോഴേ നിൽക്കാനും തീരെ വയ്യാത്തൊരവസ്ഥയിലാട്ടോ. പക്ഷേ എനിക്ക് എൻ്റെ മോൻ്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത്. അവൻ്റെ ആഗ്രഹം അപ്പു വേണം, അമ്മ വേണം, സിന്ധാമനും ഓമനമ്മയും വൈശ്യമാമനും ഒക്കെ വേണം എന്നുള്ള അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും ക്ഷണിക്കാന്ന് വെച്ചാൽ ബർത്ത്ഡേ അങ്ങനെ എല്ലാവരും ക്ഷണിച്ചല്ല. അവരെ വിളിച്ചു. ഞാൻ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്ത് ഭക്ഷണം കഴിച്ചു, സംസാരിച്ചു, പിരിയ അങ്ങനെയുള്ളൊരു ഇതിലല്ല കേട്ടോ. അങ്ങനെ കുണിക്ക് നല്ല ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. കുണിക്കാണ് ശരിക്കും ബലൂണൊക്കെ വീർപ്പിക്കുന്നത് കേട്ടോ. എനിക്കറിയില്ലായിരുന്നു കുണിക്ക് ഇത്രയും ബലൂണൊക്കെ വീർപ്പിക്കുന്നു. അല്ല കുഞ്ഞു കുട്ടിയല്ലേ, അവൾ ശരിക്കും നല്ലോണം ബലൂണൊക്കെ വീർപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നത് വേറെ ഒന്നുമില്ല. ടാങ്ക് നിറഞ്ഞു. അതിങ്ങനെ ഷീറ്റപ്പേക്ക് വീണ്ട ശബ്ദമാണ് എൻ്റെ ഇടയിൽ കേൾക്കുന്നത്. അങ്ങനെ പൊന്നും ഷെബിനും കൂടെയൊക്കെ ഏകദേശം ആ ഒരു ഒരുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എൻ്റെ ഇടയിൽ അതിൻ്റെ ഏട്ടൻ കൊണ്ടുപോയിട്ട് കുണുക്കിനി കുളിപ്പിച്ച് കൊടുന്നു കേട്ടോ. കുളിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ എനിക്ക് പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്നോട് പറയാം, അമ്മ കുറച്ച് ഫൗണ്ടേഷനൊക്കെ ഒന്ന് ഇട്ടേരും ഒന്ന് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പം ശരി അമ്മ ഇട്ട് കൊടുക്കണ്ടാവും. ചില നേരത്തെ അവൻ്റെ ഒരു ചെറിയ ആഗ്രഹങ്ങളുണ്ടാവും. ഭയങ്കര ഹാപ്പി ചെയ്യുന്നുണ്ട് ബർത്ത്ഡേ ആയിട്ട്. എന്ന് വെച്ചാൽ അവൻ്റെ ഭയങ്കര ആഗ്രഹമാണ് എല്ലാവരും വരിക, ചിരിക്കുക, കളിക്കുക. അവൻ്റെ ഏറ്റവും വലിയ ഹോബി അതാണ്. അവനങ്ങനെ സമ്മാനം കിട്ടണം അങ്ങനെ ഒന്നും ആഗ്രഹമില്ല കേട്ടോ. അങ്ങനെ ഞാൻ കണ്ട കുണുക്കിനും വാച്ച് മേടിക്കുമ്പോൾ കുണിക്കുമ്പോഴേക്കും ഒരു വാച്ച് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വിലയുടെ ഒന്നും ഇല്ല കേട്ടോ. സാധാ ഒരു അത് കുഴപ്പമില്ലാത്ത നല്ല കാണാൻ വൃത്തിയുള്ള സ്റ്റാൻഡേർഡുള്ള ഒരു വാച്ച് ആണ് കേട്ടോ. എനിക്ക് കുണുക്കം കുറേ നാളെ വാച്ച് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ എല്ലാ പ്രാവശ്യം ആകുമ്പോൾ ഞാൻ വാച്ച് കണ്ടുവയ്ക്കുമ്പോൾ അവൻ വേറെ ബസ് വേണം അത് വേണമെന്ന് പറയുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ അത് മേടിച്ച് കൊടുക്കും. അപ്പോൾ രണ്ടും കൂടി മേടിച്ച് കൊടുക്കാൻ പറ്റാത്തന്നെ മേടിക്കാമല്ലോ. അപ്പോൾ വാച്ചൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. രണ്ടാണ് ഭയങ്കരമായിട്ട് കൊയ്യിട്ട് കണ്ട് പുലിമുരുകെന്നൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടാവും. ഭയങ്കര സന്തോഷമായിട്ട് പിറന്നാൾ അവർ എത്തിയിട്ടില്ല, എന്താ സ്വന്തം എത്താത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഓടികളി ബഹളമൊക്കെ ആയിരുന്നു രണ്ടാളും കേട്ടോ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതായി നമ്മുടെ വൈശ്മാമനും സന്തുമാമനും ഓമനമ്മയും അപ്പു അമ്മു ശരണി എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും എല്ലാവരും വന്നില്ലെങ്കിൽ ഇതൊക്കെ കൂടി സെറ്റ് ചെയ്തോട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ വയ്യ. ഞാനൊരു ചുരിദാർ എടുത്ത് ഇട്ടു എന്നുള്ളതുള്ളൂ. പക്ഷേ എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഇവരോട് തന്നെ എല്ലാതും ചെയ്യിപ്പിച്ചിട്ട് ഞാൻ നിങ്ങളൊക്കെ സെറ്റ് ചെയ്തോ, ചേച്ചിക്ക് വയ്യാന്ന് ഞാനങ്ങനെ പോയി കുറച്ച് നേരം ഓമനമ്മയുടെ അവരടുത്ത് വർത്താനം പറയാനൊക്കെ പോയി നിന്നു കേട്ടോ. ആ നേരം കൊണ്ട് ഷെബിനും പൈസയൊക്കെ കൂടിയിട്ട് ഡെക്കറേഷൻ ഡെക്കറേഷൻ എന്നൊന്നും പറയാനില്ല. ജസ്റ്റ് ബലൂണും ഹാപ്പി ബർത്ത്ഡേ എഴുതിയതൊക്കെ. അങ്ങനെ നമ്മുടെ ഫിഷ് ടാങ്കിൽ കണ്ട മീൻ കിടക്കുന്നുണ്ട് കുറേ മീനുണ്ട്. അപ്പോൾ 2-3 ആൾക്കാർ വന്നിട്ട് ചോദിച്ചിട്ട് ഇത് ഏത് തരം മീനാണ്, ഇതിനെന്താ റേറ്റ് നോക്കട്ടെ. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ പാടത്തു നിന്ന് കിട്ടുന്ന കല്ലുത്തിയാണ് കേട്ടോ. അന്വേട്ടൻ കല്ലുത്തി കൊണ്ട് എന്നിട്ട് നമ്മൾ കളർ മീൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് ഓക്സിജൻ കിട്ടാൻ പെട്ടെന്ന് ഈ എൻ്റെ ഇതൊക്കെ കംപ്ലൈൻ്റ് ആവുക. ഈ എന്താ പറയുക ഈ ഓക്സിജൻ കൊടുക്കുന്നത് ആ സാധനം ഫിൽറ്റർ അതൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആണോ. കാരണം
മേടിച്ച് ഞങ്ങൾ തോറ്റു. അപ്പോൾ എന്നേട്ടൻ കല്ലൂത്തിനെ കൊണ്ടിട്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പക്ഷെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഈ ഓടി കൊണ്ട് കിടക്കുമ്പോൾ എന്നേട്ട് പറയും അവരുടെ ഒരു 1.5-2 വർഷം കഴിഞ്ഞിട്ട് ഈ കല്ലൂത്തിനെ പാത്രത്തിൽ വളർത്തുന്നു എന്നേട്ട് പറഞ്ഞു. പാവലടെ അവർക്കും വേണ്ട നല്ല കൂടും വീടൊക്കെ എന്നിട്ട് അങ്ങനെ കൊണ്ട് അതിലിട്ടത് കേട്ടോ. അപ്പോൾ അമ്മ ഈ കാർത്തൂനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ കേക്കും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിട്ടാണ്. പക്ഷെ എനിക്ക് ആകെ വിഷമമായി. ഇതിൻ്റെ മുഖമൊക്കെ ഡള്ളായി കണ്ടാൽ അറിയാം. എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ച പോലെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഡെക്കറേഷനൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളിങ്ങനെ വിചാരിച്ച് ജസ്റ്റ് രാവിലെ കമ്പനികളിലൊക്കെ പോയി വല്ല ഹോട്ടലിൽ പോയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡ് കഴിച്ച് വരാം എന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഡെക്കറേഷൻ ആദ്യം ഒന്ന് മേടിക്കാഞ്ഞതൊക്കെ. പിന്നെ ഉണക്കം വന്നു, അപ്പൂനെ വിളിക്കണം, അമ്മൂനെ വിളിക്കണം, അങ്ങനെ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ആരും വിളിക്കാനൊരു ഇതിൻ്റെ വേറെ ഒന്നല്ല കേട്ടേക്ക് തീരെ വയ്യ. എനിക്ക് പണിയെടുക്കാനോ ആരോട് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അതുകൊണ്ടാണ് എൻ്റെ ഫേസ് കണ്ടാറ് അല്ലാത്തപ്പോഴുള്ള ചിരിച്ച് നിൽക്കുന്ന ഞാനല്ല ഈ വീഡിയോയിൽ. എനിക്കേ തോന്നുന്നുണ്ട് ഭയങ്കര ഡള്ളായിട്ട് കേക്ക് മുറിക്കുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ തന്നെയാട്ടാ. അങ്ങനെ കേക്ക് മുറിച്ചപ്പോൾ കേക്കിൻ്റെ ഡിസൈൻ കാണാൻ വേണ്ടി എല്ലാവരും വന്ന് ചുറ്റും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് എന്താ വേണ്ടത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നിൻ്റെ ഫൈഡർമാൻ അല്ലെങ്കിൽ അവന് കാറിൻ്റെ ചിത്രമായി നഷ്ടം. പക്ഷേ അവർ ബൈക്കിൻ്റെ ഇതാക്കി തന്നു കേട്ടോ. ബൈക്ക് മതി വെച്ചപ്പോൾ പിന്നെ ഞാൻ അത് മതി എന്ന് പറഞ്ഞു. കൊടുക്കാൻ ഏറ്റവും ഇഷ്ടം ഫൈഡർമാൻ കാറായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത ബർത്ത്ഡേക്ക് അത് സെറ്റ് ചെയ്യും. അങ്ങനെ വൈശുമാമ കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നേരത്തെ ഞാൻ ചോക്ലേറ്റൊന്നും മേടിച്ചില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, ചോക്ലേറ്റ് മേടിച്ചാൽ പിന്നെ കുറച്ച് ദിവസം ഇതന്നെ തിന്നുകൊണ്ട് നടക്കും കുണിക്കേ. അപ്പോൾ ഈ അരശല്യം കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഭയങ്കര പ്രശ്നമൊക്കെ ആവും. ഒന്നും ചെയ്യാനല്ലോ പിടിച്ചാൽ പറയാം. ഫ്രെയിമൊന്നും മാറില്ല പറ്റി. ചില വേഡ്സ് കളയാൻ പറ്റില്ലട്ടാ. പറ്റിന്ന് വെച്ചാൽ അതിൽ കെട്ടുന്നു. എനിക്കിങ്ങനെ തന്നേട്ടാ. അത് നിങ്ങളെല്ലാരും നിക്ക്. അവര് നിക്കട്ടെ ഫാമിലി. എന്താണ് നന്നായി കൂടെ അതിനൊക്കെ ഒലിപ്പിച്ചിട്ട് മാറിപ്പോയതാ. അവൻ തന്നെ തിന്നു, അവൻ തന്നെ കുളിക്കണ്ട. ബാഹുബലി
2 മിനിറ്റ് മുറിച്ചിട്ട് വായിൽ വെച്ച് കൊടുക്കുവാനാ അത് മുറിച്ചു കൊടുക്കണേ പൊട്ടേക്ക് ഓ ഞാൻ പിടിക്കാം കൊടുക്ക വൈശ്വാന കൊടുക്കടാ കേക്കിന്റെ അടുത്ത് പോയിക്കണേ അവസാനം വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് കിടക്കുന്നുണ്ടോ കടാ കടാ നിക്ക് രണ്ടൊക്കെ ഫോട്ടോ എടുത്താൽ നിക്ക് ചക്കന്റെ മുടികളൊക്കെ കളയോ കഴിഞ്ഞു അങ്ങനെ ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഫുഡ് എടുക്കാൻ ഉള്ള പരിപാടിയാണ്. അപ്പോൾ ചിക്കൻ വറുത്തതുണ്ട്, നല്ല ദം ബിരിയാണി ഉണ്ട്, ചിക്കൻ നല്ല ദം ബിരിയാണി ആയിരുന്നു കേട്ടോ, നമ്മൾ മേടിച്ചതായിരുന്നു. സലാഡ്, പിന്നെന്താ ചിക്കൻ കറി ഉണ്ട്, പിന്നെ അച്ചാർ, ഇത്ര തന്നെയുള്ളൂ കേട്ടോ. പിന്നെ ചപ്പാത്തി ഉണ്ട്, പത്തിരി ഉണ്ട്, കുബൂസ് ഉണ്ട് കേട്ടോ. പിന്നെ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഐസ്ക്രീം കൊടുക്കേണ്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ബർത്ത്ഡേയുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.